ഇനിയിപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇനി സെക്യൂരിറ്റി വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. ചേട്ടൻ എങ്ങനെ അറിഞ്ഞത്? ഞാൻ രാവിലെ ഇവിടുന്ന് ഓട്ടോ സ്റ്റാൻഡ് നാളെ വിളിച്ച് പറഞ്ഞനുസരിച്ച് അറിഞ്ഞത്. കംപ്ലീറ്റ് കടയിലുള്ള സാധനം വാരിക്കൊണ്ട് പോയി, അതുപോലെ തന്നെ ഷട്ടർ ഉൾപ്പെടെ ഇളക്കൊണ്ട് പോകുന്ന വളരെ ക്രൂരമായ ഒരു കാഴ്ചയാണ്. കേസ് കൊടുത്തു. DSPക്കും കൊടുത്തു, CIക്കും കൊടുത്തിട്ടുണ്ട്. നമസ്കാരം. ഈ കട ഒഴിപ്പിക്കലിൻ്റെ പല രൂപങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു കട ഒഴിപ്പിക്കൽ നടന്നിരിക്കുന്നു. ഇത് വർക്കല ആയുർവേദ കോളേജ് ജംഗ്ഷനിലെ ടുറ്റു പ്ലാസയിലുള്ള താഴത്തെ നിലയിലുള്ള 2 ബിൽഡിങ്ങും ഒരു ഓഫീസ് കെട്ടിടവുമാണ്. ഇവിടെ ഒഴിപ്പിച്ചത് എന്ന് വെച്ചാൽ ഷട്ടർ ഉൾപ്പെടെ ഇളക്കിക്കൊണ്ടുപോയി, സാധനങ്ങളും ഷട്ടറും ഉൾപ്പെടെ ഇളക്കിക്കൊണ്ട് പോയി. ആ ഹതഭാഗ്യനായ കടയുടെ ഉടമസ്ഥൻ നമ്മുടെ ഇപ്പോൾ ഉണ്ട്. ചേട്ടൻ്റെ പേര്? നാഫി. എന്താണ് സംഭവിച്ചത്? ആ സ്ഥാപനത്തിൻ്റെ കടയിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും ഇളക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. മൊബൈൽ ഷോപ്പിനുള്ള കംപ്ലീറ്റ് സാധനങ്ങളും പോയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഫാൻസിൻ്റെ അകത്ത് നിന്നും പോയിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു 10 ലക്ഷം രൂപയുടെ സാധനങ്ങളെല്ലാം പോയി. അതിനകത്ത് നിന്ന് ക്യാമറ, CCTV, AC അതെല്ലാം ഇളക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. ആ ഷട്ടർ കൊണ്ടുപോയി. ഹെഡറും കൊണ്ടുപോയി. നിങ്ങളുടെ മാറാമല്ലോ പറഞ്ഞിരുന്നത്? അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് എനിക്കറിയത്തില്ല, എന്താണെന്ന് അറിയത്തില്ല. ഇത് കംപ്ലീറ്റ് എൻ്റെ മാനേജ്മെന്റ് ഇരിക്കുന്ന സ്ഥാപനമാണ്. ബിൽഡിംഗ് മൊത്തം എൻ്റെ മാനേജ്മെന്റിൽ ഉള്ളതാണ്. അനന്തരവന്റെ നിർബന്ധപ്രകാരം കണ്ടായിരിക്കണം ഇത്. അവന് കുടുംബ പ്രശ്നമാണല്ലേ? ഫാമിലി പ്രശ്നം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കട കേസ് കൊടുത്തു. DSPക്കും കൊടുത്തു, CIക്കും കൊടുത്തിട്ടുണ്ട്. ഒരു അന്വേഷണം നിങ്ങളുടെ അണ്ടറിലുള്ള ഒരു സ്ഥാപനത്തിനെ ഷട്ടർ പൊളിച്ച് എല്ലാം പറക്കൊണ്ട് പോകാൻ മോഷണമല്ലേ? മോഷണമാണ്. മോഷണത്തിനെതിരെ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. DSPക്കും CIക്കും 2 പേർക്കും പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. CCTV എടുക്കാൻ നിവർത്തിയില്ലല്ലേ? CCTV ഉൾപ്പെടെ എടുത്തോണ്ട് പോയിരിക്കല്ലോ. എടുത്തോണ്ട് പോയി. അതുമില്ല. ഇല്ല, പോലീസ് നോക്കിയതായിട്ട് എനിക്കറിയില്ല. അത് നോക്കാൻ പാടില്ലാണ്. ഇത്ര മണിക്ക് വന്നു ആരൊക്കെയാണെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ വണ്ടി കാണാൻ പറ്റുമല്ലോ. ഉണ്ട്. മോളിലൊക്കെ ജ്വല്ലറിയിലൊക്കെ CCTV ഉണ്ട്. ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ജ്വല്ലറിയിൽ. ആ സെക്യൂരിറ്റി രാവിലെയാണ് ജ്വല്ലറിയുടെ ഉടമയെ വിളിച്ചറിയിച്ചെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇനി സെക്യൂരിറ്റി വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. ചേട്ടൻ എങ്ങനെ അറിഞ്ഞത്? ഞാൻ രാവിലെ ഇവിടുന്ന് ഓട്ടോ സ്റ്റാൻഡ് നാളെ വിളിച്ച് പറഞ്ഞനുസരിച്ച് അറിഞ്ഞത്. അതെ. എനിക്കറിയില്ല, എങ്ങനെ അറിയാനാ? പ്രതീക്ഷ സംഭവിക്കും, അറിയില്ല. ഏതായാലും വളരെ വിചിത്രമായ രീതിയിലുള്ള ഒരു എന്താ പറയുക കട ഒഴിപ്പിക്കലാണ് നടന്നിരിക്കുന്നത്. ഷട്ടർ ഉൾപ്പെടെ ഇളക്കിക്കൊണ്ട് പോയി. കൗതുകമായതുകൊണ്ടാണ് ഈ വാർത്ത ചെയ്യുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതെന്തായാലും തുടർന്ന് നടപടിയിലേക്ക് കടക്കുമെന്നാണ് നാഫി ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത്. സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഒരു കച്ചവടം നടത്തുന്ന ആളോട് ഇങ്ങനെ കാണിക്കാൻ പാടില്ല. കംപ്ലീറ്റ് കടയിലുള്ള സാധനം വാരിക്കൊണ്ട് പോയി, അതുപോലെ തന്നെ ഷട്ടർ ഉൾപ്പെടെ ഇളക്കിക്കൊണ്ട് പോകുന്ന വളരെ ക്രൂരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ വിസ്മയ പ്രേക്ഷകർക്ക് മുമ്പിൽ ഞങ്ങൾ കാണിക്കുന്നത്. വിസ്മയസിനുവേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത് മാരാ സൈനിങ് ഓഫ്.